എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 13-ാം വാക്യം. ലൂക്കോസ് 9:13. അവൻ അവരോട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞതിന്, 5 അപ്പവും 2 മീനുമല്ലാതെ അധികം ഞങ്ങളുടെ പക്കലില്ല. ഞങ്ങൾ പോയി ഈ സകല ജനത്തിനും വേണ്ടി ഭോജ്യങ്ങൾ കൊള്ളണമോ എന്ന് അവർ പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ മറ്റൊരു ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അതിഥിയാവുക എന്നത് താരതമ്യേന സരളമാണ്. ആതിഥേയത്വം വഹിക്കുക എന്നത് കുറെ കൂടെ സാന്ദ്രമാണ്, ആഴവുമുണ്ട്. സാധാരണ കേവലം സൂപ്പർ മാർക്കറ്റിൻ്റെ തത്വശാസ്ത്രങ്ങൾ ഇപ്പോൾ അതും ഏറെക്കുറെ എളുപ്പമാക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ക്രമം ഒന്ന് ധ്യാനിക്കുമ്പോൾ അല്പം ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, വെച്ചുകെട്ടലുകൾ, ഇവയൊക്കെ പൊടുന്നനെ ക്രമീകരിക്കുന്ന ആതിഥേയത്വങ്ങളാണ്. ഫാസ്റ്റ് ഫുഡും പിസ്സയുമൊക്കെ ആതിഥേയത്വത്തെ ഏറ്റവും സൗകര്യപ്രദമാക്കി മാറ്റി. പലപ്പോഴും മനഃപൂർവ്വം മുഖത്ത് നമ്മൾ വരച്ചു വയ്ക്കുന്ന പുഞ്ചിരിയുടെ മറുപേരായി ആതിഥ്യം ചുരുങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ നോമ്പ് ആതിഥ്യത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ള സഞ്ചാരമാണ്. ഒന്ന് ഓർത്തു നോക്കുമ്പോൾ വേദപുസ്തകം മുഴുവനും ആതിഥേയത്വത്തിൻ്റെ സങ്കീർത്തനങ്ങളാണ്. ദൈവം തമ്പുരാൻ തൻ്റെ സ്നേഹവലയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം വിളിക്കുന്നു. വേദം ആരംഭിക്കുന്നത് തന്നെ അത്തരമൊരു സാഹല്യ അനുഭവത്തിലേക്കുള്ള ക്ഷണത്തോടു കൂടിയാണ്. അവസാനിക്കുന്നതും അങ്ങനെയാണ്. ഒരൊറ്റ കൂടാരത്തിനകത്ത് ദൈവ മനുഷ്യ ബന്ധം അല്ലെങ്കിൽ അതിൻ്റെ ബാന്ധവം ഈ ഹൃദയ ബന്ധുത്വത്തിലേക്കുള്ള നോമ്പിൻ്റെ ക്ഷണമാണ്. ദൈവിക ആതിഥേയത്വം സമൃദ്ധിയായ ജീവിതത്തിലേക്കുള്ള ക്ഷണമാണ്. അതിഥിയായും ആതിഥേയനായും അപരിചിതനായുമൊക്കെ വേഷപ്രച്ഛന്നനായി മാറിക്കൊണ്ട് ആതിഥേയത്വത്തിൻ്റെ ഒരുപാട് വിസ്മയങ്ങൾ ദൈവം നമുക്ക് കാണിച്ചു തരുന്നു. 5 അപ്പവും 2 മീനും ഇതൊരു മിറക്കിൾ എന്നതിനേക്കാൾ ഉപരിയായി ദൈവിക ആതിഥേയത്വത്തിൻ്റെ സൂചനകളാണ്. ക്രിസ്തു ഒരു ആതിഥേയനായി മാറുകയാണ് എന്ന് സുവിശേഷകനായ ലൂക്കോസ് പറയുന്നു. മരുഭൂമി അലച്ചിലുകളുടെയൊക്കെ പ്രതീകമാണ്. ശരണാർത്ഥികളായ മനുഷ്യർക്ക് മരുഭൂമിയിൽ അഭയവും കൂരിരുട്ടിൽ ദീപവും ക്രിസ്തു എന്ന ആതിഥേയൻ മാറി മാറി നൽകുന്നു. ഇവിടെ ശിഷ്യന്മാർ പറയുന്നു, ഇത് മതിയാവില്ല. അത് അവരുടെ ഒരു വിലാപമായിരിക്കാം. കൈമുതലായിട്ടുള്ളത് 5 അപ്പവും 2 മീനും മാത്രമാണ്. വിഭവവും ആവശ്യവും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ വളരെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ദൈവകരങ്ങളിൽ അത് മതിയായി വരുന്നു. ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിന്റെ സന്ദേശം ഇത് തന്നെയാണ്. ഇത് മതിയാകുമോ? പൊറുതി കെടുത്തുന്ന ചോദ്യമായി അത് പിന്നീടും പരിണമിക്കുന്നുണ്ട്. പിന്നെ ജീവിതത്തിന്റെ എല്ലാ യത്നങ്ങളിലും പരിശ്രമങ്ങളിലും ഈ മതി വരാത്തത് പൂരിപ്പിക്കാനുള്ള നെട്ടോട്ടമാണ്. ഇത് പോരാ, ഇത്രയും പോരാ, ഇനിയും വേണം. ഇതൊരു കമ്പോളത്തിൻ്റെ സന്ദേശം നമുക്ക് ചുറ്റും ഇങ്ങനെ മുഴങ്ങി നിൽക്കുന്നതിൻ്റെ സൂചന കൂടെയാണ്. പക്ഷേ ദൈവിക ആതിഥേയത്വത്തിൻ്റെ സ്നേഹവലയം, അതിൽ നിന്നുകൊണ്ട് ഇത് മതി എന്ന് പറയാൻ കഴിയുന്നതാണ് ധന്യമായ ജീവിതം. അങ്ങനെ പറയാൻ നമ്മെ ബലപ്പെടുത്തുന്ന ആത്മീയ സുഹൃതത്തിൻ്റെ പേരാണ് നോമ്പ്. അതിന് ദൈവികമായ ആതിഥേയത്വത്തിൻ്റെ സ്നേഹനിലാവ് നമ്മിൽ ഉണ്ടാവണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സമൃദ്ധിയും ഇല്ലായ്മയും എല്ലാം തനിക്ക് ഒരുപോലെയാണ്. സമൃദ്ധി എന്നത് ശേഷിച്ച ചില കണക്കുകൂട്ടലുകളുടെയൊക്കെ എണ്ണമൊന്നുമല്ല. ദൈവിക ആതിഥേയത്വത്തിൻ്റെ വിസ്മയങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. ടാഗോർ പറയുന്നത് പോലെ, സ്നേഹമേ, എണ്ണമില്ലാത്ത നിന്റെ സുഹൃതങ്ങൾ സ്വീകരിക്കാൻ എൻ്റെ ഈ കരങ്ങൾക്ക് ത്രാണിയില്ലല്ലോ.
ഈ അവബോധം നോമ്പിൻ്റെ അനിവാര്യമായ ബോധ്യങ്ങളായിരിക്കണം. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അവരെ വിളമ്പുകാരാക്കുന്നു. അവരുടെ ബലഹീന കരങ്ങളെ ആതിഥേയത്വത്തിൻ്റെ കോരികളായി ക്രിസ്തു രൂപാന്തരപ്പെടുത്തുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ദൈവിക ആതിഥേയത്വത്തിൻ്റെ വിളമ്പുകാരാണ്. അതാണ് യഥാർത്ഥ ശിഷ്യത്വം. യോഹന്നാൻ ഈ മിറക്കിൾ കേവലം ഒരു അത്ഭുത കഥയായി കാണുന്നില്ല. പിന്നെ ക്രിസ്തുവാകുന്ന സ്നേഹഭോജ്യത്തിലേക്കും നിത്യജീവനിലേക്കുമുള്ള ക്ഷണമായിട്ട് കാണുന്നു. 6-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ ഒരു വ്യാഖ്യാനം കൂടെയാണ്. നോമ്പിൻ്റെ കാലങ്ങളിൽ നമുക്ക് ഉള്ളത് ദൈവകരങ്ങളിലൂടെ സമൃദ്ധമായി ഉപയോഗിക്കുന്നതിനും മറ്റുള്ളവർക്ക് വിളമ്പി നൽകുന്നതിനും സാധിക്കും എന്ന സന്ദേശം കൂടിയാണ് ലഭിക്കുന്നത്. അത് കേവലം ഒരു വ്യാഖ്യാനത്തിൽ ഒതുക്കാനും കഴിയില്ല. നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് അതിനെ സ്വീകരിക്കുകയും അതിനുവേണ്ടി നമ്മുടെ വിഭവങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ നിൽക്കുന്ന സമൂഹമെല്ലാം സമൃദ്ധമായ അനുഭവത്തിലേക്ക് വരും. അതിന് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കുന്ന നാളുകളാണ് നോമ്പിൻ്റെ നാളുകൾ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം. ഇന്നത്തെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെയിരിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ആലോചന നൽകുകയും ചെയ്യണമേ. അടിയങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ബലഹീനമായ എല്ലാ വിഭവങ്ങളെയും അവിടുത്തെ ശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിക്കാനുള്ള വിശാലത നൽകണമേ. അങ്ങനെ അത്ഭുതത്തിൻ്റെ സമൃദ്ധിയുടെ ഒരു ലോകം പണിയാൻ ഞങ്ങളെയും ഉപയോഗിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുതിയ അനുഭവങ്ങളിലൂടെ അവിടുന്ന് നടത്തിക്കൊള്ളണമേ. യേശു മശിഹയുടെ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.